ജന്മഭൂമി കണ്ണൂർ എഡിഷൻ 18ാം വാർഷികാഘോഷം ഉദ്ഘാടനവും പി മുകുന്ദൻ സ്മരണീയയായ വന്ദേ മുകുന്ദം പ്രകാശനവും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. പത്രധർമ്മത്തെക്കുറിച്ചും പുതിയ കാലത്തെ ജന്മഭൂമിയുടെ പ്രസക്തിയെക്കുറിച്ചും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏവരെയും ഓർമ്മപ്പെടുത്തി. പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ജന്മഭൂമി കണ്ണൂർ എഡിഷന്റെ 18ാം വാർഷികാഘോഷവും ഏവർക്കും പ്രിയപ്പെട്ട പി മുകുന്ദന്റെ സ്മരണികയുടെ പ്രകാശനവും നടന്നത്. വന്ദേ മുകുന്ദം എന്ന സ്മരണികയുടെ ആദ്യ പ്രതി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. സദാനന്ദൻ മാസ്റ്റർ കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തലമുറയ്ക്ക് യോജിച്ച രീതിയിലാകണം പത്രധർമ്മമെന്ന് വ്യക്തമാക്കി. യുവതലമുറ അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവ് മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങൾ പക്ഷഭേദം കാണിച്ചാൽ അവരതിനെ തിരസ്കരിക്കും. ഇൻഫർമേറ്റീവ് അല്ല, അത് പക്ഷപാതപരമായിട്ടുള്ള ഇൻഫർമേഷൻ അത് യുവതലമുറ ഇഷ്ടപ്പെടുന്നില്ല. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതാണ്. ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് വളരെ സ്ലോയിലായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മുന്നറിയിപ്പാണ് മാധ്യമ ലോകത്തിനുള്ളതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ പി മുകുന്ദന്റെ പ്രാധാന്യം എന്തായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരു കരുത്തനായ മനുഷ്യൻ, മുകുന്ദേട്ടനെ പറ്റി പറയുന്ന അവസരത്തിൽ, ചിന്തിക്കുന്ന അവസരത്തിൽ ഒരു കരുത്തനായ മനുഷ്യൻ, അതിന് ചട്ടവട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പരിധികളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കരുത്തന്മാർക്ക് പരിധികളുണ്ടോ എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഒരു ചോദ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് മുകുന്ദേട്ടൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അതുണ്ട്. അദ്ദേഹം പ്രചാരകനായിരുന്നു. ജന്മഭൂമി ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ബലറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, ജന്മഭൂമി മുൻ റെസിഡന്റ് എഡിറ്റർ A. ദാമോദരൻ, ജന്മഭൂമി കണ്ണൂർ യൂണിറ്റ് പ്രിന്ററും പബ്ലിഷറുമായ V. ശശിധരൻ, BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കണ്ണൂർ.